മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റും കോഴ്സ് റെക്കഗ്നേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഓൾറെഡി ഇക്വലൻസി എന്താണ്, എലിജിബിലിറ്റി എന്താണ്, മൈഗ്രേഷൻ എന്താണ്, ജനറൽ സർട്ടിഫിക്കറ്റ് എന്താണ് ബന്ധപ്പെട്ട് വേരിയസ് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും, ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി നമുക്ക് എങ്ങനെ ഇക്വലൻസി കിട്ടാം, അല്ലെങ്കിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ജെനുവിൻ എങ്ങനെ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും കുറച്ച് സംശയങ്ങൾ എക്സിസ്റ്റിംഗ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ചോദിച്ചൊരു സംശയം, അതിന്റെ ഒരു റിപ്ലൈ എന്നുള്ള രീതി നമുക്ക് ഇതിനെ ഫോർമാലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Sir, I have completed my B.Ed from Pondicherry University and recently cleared SET exam. While applying for the SET certificate, there is a section asking about the equivalency and recognition. I am currently pursuing M.Ed from Kannur University. Can someone clarify, do equivalency and recognition certificate mean the same thing? How do I go to getting an equivalency certificate? Can it be done online? Anyone with experience on this, please help. So, ബേസിക്കലി ഈ പറയപ്പെടുന്ന വ്യക്തി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് B.Ed പൂർത്തിയാക്കി അതിനുശേഷം ഇക്വലൻസി റെക്കഗ്നീഷനും ആവശ്യമുള്ള എക്സാമ്പിൾ ബേസിക്കലി ഇക്വലൻസി റെക്കഗ്നീഷൻ തമ്മിലുള്ള വ്യത്യാസം. ഈ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഇക്വലൻസി കിട്ടുന്നതിന് മുമ്പുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, നമ്മളിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം പോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ B.Ed എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നമ്മൾ B.Ed കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി വേണമെങ്കിൽ ഫസ്റ്റ് നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ B.Ed എന്ന് പറയുന്ന കോഴ്സിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്യണം. അതായത് ഈ കോഴ്സിനെ അംഗീകരിക്കണം. റെക്കഗ്നേഷൻ മീൻസ് അംഗീകരിക്കാം. അപ്പം ആ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പം നോർമലി നമുക്കൊരു കോഴ്സ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കോഴ്സിന്റെ നോമനിക്ലേച്ചർ സെയിം ആയിരിക്കണം, മോഡ് ഓഫ് സ്റ്റഡി സെയിം ആയിരിക്കണം, ഡ്യൂറേഷൻ സെയിം ആയിരിക്കണം, ക്രെഡിറ്റുകൾക്ക് തമ്മിൽ അല്ലെങ്കിൽ ക്രെഡിറ്റുകളുടെ സിലബസുകളും തമ്മിൽ മാച്ചിങ് ഉണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലും പ്രപ്പോസൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രപ്പോസൽ വെക്കാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്. പ്രപ്പോസൽ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾ ആ പ്രപ്പോസൽ വെക്കുന്നു. നമ്മൾ പ്രപ്പോസൽ വെച്ചതിന് ശേഷം പ്രപ്പോസലിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഒരു സ്പെസിഫൈഡ് ഫീസ് ഉണ്ട്, സ്കീമും സിലബസും എല്ലാം ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ പഠിച്ചത് ആ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറേയും കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം ഈ പറയപ്പെടുന്ന രണ്ട് കോഴ്സുകളെയും തമ്മിൽ നോമനിക്ലേച്ചർ, ഡ്യൂറേഷന് അല്ലെങ്കിൽ ക്രെഡിറ്റുകൾ തമ്മിലെല്ലാം മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് റെക്കഗ്നൈസ്ഡ് ആവും. നിങ്ങളുടെ കോഴ്സ് ഈ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇക്വലൻസി എന്ന് പറഞ്ഞാൽ തുല്യത. അതായത് നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച കോഴ്സും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ B.Ed കോഴ്സും തുല്യമാണ് എന്ന് പറഞ്ഞു തരുന്ന കോഴ്സാണ് ഈ സർട്ടിഫിക്കറ്റ് ആണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഇക്വലൻസി കിട്ടുക. ഇക്വലൻസിയുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, സോ ബേസിക്കലി നമ്മൾ നോക്കിയാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇക്വലൻസി ഗ്രാൻഡഡ് ടു UG ഹോണേഴ്സ് പ്രോഗ്രാം ഓഫേർഡ് ബൈ സ്റ്റേറ്റ്, സെൻട്രൽ, ഡീംഡ് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വിത്ത് 3 years ഓഫ് ഡ്യൂറേഷൻ കറസ്പോണ്ടിങ് ടു ദ UG പ്രോഗ്രാം 3 year ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ സ്റ്റിയറിംഗ് കമ്മിറ്റി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ്, സെൻട്രൽ, ഡീംഡ് അല്ലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 വർഷത്തെ ഡ്യൂറേഷനിൽ പൂർത്തിയായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹോണേഴ്സ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ ഹോണേഴ്സ് പ്രോഗ്രാമിന്റെ റെക്കഗ്നീഷനുമായി ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഇക്വലൻസി അല്ലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഓർഡറാണ്. സോ ബേസിക്കലി ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട സബ്ജക്ട് ടു ദ റെഗുലേഷൻസ് ഓഫ് ദ റെക്കഗ്നീഷൻ ഇക്വലൻസി പ്രോഗ്രാംസ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഈ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടും, ഒന്നാമത്തെ നോമൻക്ലേച്ചർ ഷാൾ ബി ഹോണേഴ്സ്, അതായത് ഡിഗ്രി പ്രോഗ്രാം BSc സംതിങ് അല്ലെ BA സംതിങ് എന്നാവരുത്, BSc ഹോണേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവണം. ദെൻ എന്താണ്, ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാം ഇസ് ദ സെയിം ഓർ ദ ലോങ്ങർ. ഇവിടെ പറയുന്നത് 3 year ആണ്. അപ്പോൾ ഹോണേഴ്സ് പ്രോഗ്രാം യൂഷ്വലി 4 years ആണ് നടത്തപ്പെടുന്നത്. അപ്പം ആ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെ അതിൽ കൂടുതലോ ആയിരിക്കണം. മോഡ് ഓഫ് സ്റ്റഡി ഷുഡ് ബി റെഗുലർ, അതായത് ഡിസ്റ്റൻസ് മോഡിലോ കറസ്പോണ്ടന്റ് മോഡിലോ നടന്ന കോഴ്സ് ആയിരിക്കരുത്, റെഗുലർ മോഡിൽ നടന്നതായിരിക്കണം. ക്രെഡിറ്റ് ഷാൾ ബി അറ്റ് പാർ വിത്ത് ദ ക്രെഡിറ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ ആ കോഴ്സിന്റെ ക്രെഡിറ്റും ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സിന്റെ ക്രെഡിറ്റും തമ്മിൽ മാച്ച് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ മാച്ച് ഉണ്ടെങ്കിൽ ഹോണേഴ്സ് പ്രോഗ്രാമിന് ഓട്ടോമാറ്റിക് ആയിട്ട്, സോ അന്നേരം അക്കാദമിക് കൗൺസിൽ റെസൊല്യൂഷൻ ഗ്രൂപ്പ് ഗ്രാൻഡ് equivalency to the UGC honors program offered by state, central or deemed or private university with the corresponding UG programs of the University of the Calicut. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമുമായിട്ട് ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ് അല്ലെ സെൻട്രൽ, ഡീംഡ് അല്ലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള UG ഹോണേഴ്സ് പ്രോഗ്രാമിന് ഈ പറയപ്പെടുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വലൻസി കിട്ടും. ഇത് വന്നിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പൊ ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ റെക്കഗ്നീഷനും ഇക്വലൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഡിഫറൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ
കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.